അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹുവിൻ്റെ മഹത്തായ 99 പേരുകളുണ്ട്. ആ നാമങ്ങൾക്കാണ് അസ്മാഉൽ ഹുസ്ന എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. ആരെങ്കിലും അത് കൃത്യമായി പഠിക്കുകയും അത് പതിവാക്കുകയും ചെയ്താൽ സ്വർഗം ഉറപ്പാണ്. അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് യാ മോയിനി യാ അള്ളാ എന്നുള്ളത്. യാ മോയിനി യാ അള്ളാ എന്ന് ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടങ്ങളാണ് ഇന്ന് പറയുന്നത്. ആരെങ്കിലും ഒരാൾ അസ്മാഉൽ ഹുസ്ന ചൊല്ലി ദുആ ചെയ്താൽ ആ ദുആ ഞാൻ സ്വീകരിക്കുമെന്ന് അള്ളാഹു പറയുന്നു. അതുകൊണ്ട് നമ്മൾ പ്രയാസങ്ങളൊക്കെ മാറാൻ വേണ്ടി അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഈ ദിക്ർ ചൊല്ലി, ഈ ഇസ്മ ചൊല്ലി ദുആ ചെയ്യുക. നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹു തീർത്തു തരും. നമുക്ക് യാ മോയിനി യാ അള്ളാ എന്ന ഇസ്മിൻ്റെ അർത്ഥം നോക്കാം. ഐശ്വര്യം നൽകുന്നവൻ, അന്യാശ്രയത്വം ഇല്ലാതാക്കുന്നവൻ എന്നൊക്കെയാണ്. ഇതിൻ്റെ അർത്ഥത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം മഹത്വം ഇതിനുണ്ടെന്ന്. നമ്മൾ അർത്ഥം മനസ്സിലാക്കി ചൊല്ലുക. ആരെയും ആശ്രയിക്കാതെ ആരുടെ മുന്നിലും കൈനീട്ടാതെ ജീവിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ. യാ മോയിനി യാ അള്ളാ എന്ന ഇസ്മ ആരെങ്കിലും 1000 തവണ ചൊല്ലിയാൽ അവൻ ഐശ്വര്യവാനാവും. 1000 തവണ ഒരാൾ 10 ദിവസം തുടർച്ചയായി ചൊല്ലിയാൽ നമുക്ക് ഒരുപാട് അത്ഭുതങ്ങൾ ലഭിക്കുമെന്നാണ്. നമുക്ക് അറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് ഗുണങ്ങൾ ഈ ഇസ്മ ചൊല്ലുന്നത് കൊണ്ട് ലഭിക്കും. നമുക്ക് പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ ഉണ്ടാവും എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് അറിയാവുന്നതും അറിയാത്തതുമായ ഒരുപാട് ഫലങ്ങൾ അസ്മാഉൽ ഹുസ്നയ്ക്ക് ഉള്ളതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ ദിവസവും പതിവാക്കുക. മാത്രമല്ല, ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാനും പ്രയാസങ്ങൾ മാറാനും യാ മോയിനി യാ അള്ളാ എന്ന ഇസ്മ അധികരിപ്പിക്കുക. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. മനപ്രയാസം ഒരിക്കലും മാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ദിവസവും അള്ളാഹുവിലേക്ക് അവൻ്റെ ഖുർആനും ദിക്റുകളും എല്ലാം ചൊല്ലിക്കൊണ്ട് അടുക്കുക. അപ്പോൾ അള്ളാഹുവിൻ്റെ കാവൽ എപ്പോഴും ഉണ്ടാകും. അള്ളാഹുവിനെ നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഓർക്കുക. അപ്പോൾ അള്ളാഹു നമ്മെ കൈവെടിയില്ല.